പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ തിരഹൃദയത്തിൽ മറിഞ്ഞിരുന്നാൽ പിന്നെ പിശാചിന് നമ്മളെ കാണാൻ പറ്റില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഇത് പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ വാക്കുകളൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും ആശംസ അല്ലെങ്കിൽ അവർ സമർപ്പണ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് കുട്ടികൾ ആ പ്രാർത്ഥനയ്ക്കൊന്ന് കാണാതെ പഠിച്ചു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും ഇങ്ങനെ പരിശുദ്ധ നമ്മുടെ ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും സമർപ്പിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ചൊല്ലണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, വലിയ ഈ കൂട്ടായ്മയിൽ നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സഹായകനായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാവോ? കർത്താവിന് എഴുന്നേറ്റ് നിൽക്കുന്ന നമുക്ക് കരങ്ങളൊക്കെ തുറന്നു പിടിച്ച് നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അവിടുന്ന് കരുണയും ദയയും ഉള്ളവനാണ്. അവിടെ നമ്മൾ അനുഗ്രഹിക്കും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമെന്ന്, എല്ലാത്തിന്റെയും അടിസ്ഥാനമെന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തിയ കർത്താവേ, വചനത്തിലൂടെ വെളിപ്പെടുത്തിയ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കർത്താവേ, അവിടുത്തെ വിശ്വസ്തതയെ പ്രതി, അവിടുത്തെ വിശ്വസ്തതയെ പ്രതി, അവിടുത്തെ കാരുണ്യത്തെ പ്രതി, അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അഗ്നിയായി ജ്വലിക്കണമേ, അഗ്നിയായി ജ്വലിക്കണമേ, അഭിഷേകമായി വ്യാപരിക്കണമേ, അഭിഷേകമായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന 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 ആരാധന. നല്ല ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ, ആരാധന 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 ആരാധന. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. കൈകൾ അടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാ, അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. കരങ്ങൾ ഉയർത്തി വീണ്ടും നന്നായിട്ട് സ്തുതിക്കുകയാണ്. അഭിഷേകത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ നന്നായി പ്രാർത്ഥിച്ചുകൊള്ളുക. ഈശോയുടെ അത്ഭുതകരമായ ശക്തി അവരുടെ മേൽ കർത്താവ് അയക്കും. മനസ്സ് തകർന്നിരുന്നവർ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഒരുക്കം, നമ്മുടെ തിരിച്ചുവരവ്, നമ്മുടെ കാര്യങ്ങൾ ഉയർത്തുന്നത്, നമ്മൾ അതിനെ തുറന്ന് സ്തുതിക്കുന്നത്, ഇതെല്ലാം സ്വർഗത്തിൽ കണ്ട് ഉച്ച നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. എല്ലാവരും ഹൃദയം തുറന്ന് ആരാധിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ കാണാത്തവർ കാണും, ഉടന്തുള്ളവരോ കുതിച്ചുയരും. കണ്ണുകൾ കാണാത്തവർ കാണും, ഉടന്തുള്ളവരോ കുതിച്ചുയരും. യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം സുഖം പകരും. യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം കൈകൾ ഉയർത്തി. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം.
അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി ജ്വാലകളെന്മേൽ അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. എന്റെ ആത്മാവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 റൂഹായേ, പരിശുദ്ധാത്മാവേ, തന്നെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞപേക്ഷിക്കുന്നവർ എത്രയധികമായി പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയില്ലേ? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ സ്വർഗത്തിന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വർഷിക്കും. ഓ കർത്താവേ, ഓരോ ദിവസവും ഒരു പന്തക്കോസ് അനുഭവം നൽകണമേ. ഓരോ ദിവസവും പന്തക്കോസ് അനുഭവം നൽകണമേ ദൈവമേ. കർത്താവേ, ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം വലിയ ആനന്ദത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, കൃപയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാനുള്ള അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ദൈവമേ. അപ്പസ്തോലന്മാർക്ക് ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകം പന്തക്കോസ്ത് നാളിൽ നൽകിയതുപോലെ സഹനത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, തെറ്റിദ്ധാരണകളുടെ നടുവിൽ, ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ, പ്രാണവേദനയുടെ നടുവിൽ കർത്താവേ പിടിച്ചു നിൽക്കാനുള്ള കൃപ നൽകണമേ. പിടിച്ചു നിൽക്കാനുള്ള കൃപ നൽകണമേ. പിടിച്ചു നിൽക്കാനുള്ള കൃപ നൽകണമേ. തന്റെ അടുത്തേക്ക് വരുന്ന ഒരാളെ പോലെ തള്ളിക്കളയുകയെന്ന് വെളിപ്പെടുത്തിയ കർത്താവേ, ഞങ്ങളെ അങ്ങനെ ശരണപ്പെടുന്നു. ഞങ്ങളെ തള്ളിക്കളയരുതേ, ഞങ്ങളെ തള്ളിക്കളയരുതേ, ഞങ്ങളെ തള്ളിക്കളയരുതേ, ഞങ്ങളെ തള്ളിക്കളയരുതേ, ഞങ്ങളെ തള്ളിക്കളയരുതേ, ഞങ്ങളെ തള്ളിക്കളയരുതേ. ആരാധന 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 Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഒന്നും പ്രതീക്ഷിക്കാതെ ഈശോയോട് കൂടെ ഇരിക്കുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കാര്യമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഈശോയ്ക്ക് വേണ്ടി ഈശോയോട് കൂടെ ഇരിക്കുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, അത് തെറ്റല്ല. കാരണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാം ലഭിക്കും. ചോദിക്കുന്നവൻ എത്ര അധികമായി കൊടുക്കും. വിശ്വാസം, പ്രതീക്ഷയും പ്രാർത്ഥനയിൽ വേണം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതുപോലെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും വേണ്ട എന്നുള്ളതല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം പടിപടിയായിട്ട് വളർന്ന് 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 വരണം. ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കാതെ വരുമ്പോൾ ദൈവത്തെ വിട്ട് ഉപേക്ഷിക്കുന്ന തക്ക വിധമുള്ള ഒരു പ്രതീക്ഷ പാടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ വചനം പറയുമ്പോൾ അതിനപ്പുറത്തുള്ള മറുവശം കൂടെ നമ്മൾ പരിഗണിച്ച് പോകണം. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നല്ലൊരു തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ജെറമിയ പ്രവചനത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 23-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 23 വേഴ്സ് 23. ഒരുമിച്ച് വായിക്കാം. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും കൂടെ 11 വായിച്ചാൽ സ്വർഗത്തിന് വലിയ സന്തോഷമാവും, എനിക്ക് വലിയ സന്തോഷമാവും. നമുക്ക് ഒരുമിച്ച് ഒന്ന് വായിക്കാം. കർത്താവ് ചോദിക്കുന്നു,
സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറ്റുവാണെങ്കിൽ ഇന്ന് അഭിഷേകാന്തി കഴിയുമ്പോൾ ഈ വചനം ഒന്ന് കാണാതെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറ്റിയൊരു വചനമാണ്. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഉദാഹരണം പറഞ്ഞാൽ, ദൈവം നമ്മുടെ സമീപസ്ഥനായിരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച് തീരും മുൻപേ, ജെറമ്യ 33 കിടക്കുന്ന പോലെ പ്രാർത്ഥിച്ച് തീരും മുമ്പ് തന്നെ ദൈവം ഉത്തരം നൽകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ആത്മീയ നിർവൃതി ഉണ്ടാകുന്നു. മനസ്സിലിങ്ങനെ അല്ലെങ്കിൽ ഹൃദയത്തിൽ കൃപ നിറയുന്ന അനുഭവം ഉണ്ടാകുന്നു. ശരീരത്തിൽ പ്രകടമായ അടയാളങ്ങൾ സംഭവിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ 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 നമുക്ക് ദൈവം നമ്മുടെ സമീപസ്ഥനാണ്. എന്നാൽ കുറച്ച് നാളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യവും നടക്കുന്നില്ല. ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയ്ക്ക് പോലെ ഒരു പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥ വരികയാണ്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവം ചോദിക്കാൻ, ഞാൻ നിങ്ങൾക്ക് ദൈവം അല്ലേ? അവർക്ക് പറഞ്ഞു, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ദൈവം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചില സാഹചര്യങ്ങൾ മറുപടി തരാതെ എന്ന് പറഞ്ഞാൽ മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, മറുപടി ദൈവം ഒരു പ്രത്യേക രീതിയിൽ അത് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ ദൈവം തന്നെയല്ലേ? നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി, പരീക്ഷണങ്ങൾ പിടിച്ചെടുക്കാൻ കൃപ തരാൻ വേണ്ടി ദൈവം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ഇങ്ങനത്തെ അവസരങ്ങൾ ഞാൻ നിങ്ങൾക്ക് ദൈവം തന്നെയല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ ഒരു കുടുംബത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പറയാം, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക്. ഇപ്പോൾ നമ്മുടെ മമ്മി നമ്മുടെ അടുത്തുണ്ട്. മമ്മി അടുത്തുണ്ടെങ്കിൽ എന്താ, നമുക്ക് മമ്മീനെ തൊടാം, മമ്മിക്ക് ഉമ്മ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ മമ്മി നമ്മളെ ആശ്ലേഷിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മമ്മി ചെയ്തു തരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം സ്കൂളിൽ പോയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഡ്രസ്സെല്ലാം അലക്കി ക്ലിയർ ആക്കുന്നു, നമ്മളെ കുളിപ്പിക്കുന്നു, ചോറ് വാരി തരുന്നു. അപ്പോൾ എന്തായി, മമ്മി സമീപസ്ഥയാണ് അല്ലേ? മമ്മിയെ നമുക്ക് തൊടാം. പിന്നെ മമ്മിയായിട്ട് അത്രയും നല്ലൊരു സമ്പർക്കമാണ്. ഇനി നമ്മുടെ മമ്മി അല്ലെങ്കിൽ നമ്മുടെ അമ്മ IELTS എന്തൊക്കെ പഠിച്ചെഴുതി അമ്മ പുറത്തു പോയി. അമ്മ UK-ലോ അമേരിക്കയിലോ നഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മമ്മീനെ അല്ലെങ്കിൽ അമ്മേനെ നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ വാട്സപ്പൊക്കെ ഉള്ളത് കാണാനൊക്കെ പറ്റുമായിരിക്കും. ചിലപ്പോൾ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കാം. മമ്മി നമുക്ക് തുണി അലക്കി തരുന്നുണ്ടോ? ഇല്ല. ചോറ് വിളമ്പി തരുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ മമ്മി ഇപ്പോഴും നമ്മുടെ മമ്മി തന്നെയല്ലേ? ദൈവം ചോദിക്കുകയാണ്, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരസ്ഥനായിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ദൈവം അല്ലേ? ശരിയല്ലേ സഹോദരങ്ങളെ? നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് സമീപസ്ഥനായി അനുഭവപ്പെടുമ്പോഴും ദൈവം നമുക്ക് വിദൂരസ്ഥനാണെന്ന് വെറുതെ തോന്നുകയാണ്. ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞു. നമ്മുടെ മമ്മി തന്നെയാണ്. ഇപ്പോൾ കുറച്ച് നാളത്തേക്കായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്നു. അതിന് നന്മയുണ്ട്. എന്തുകൊണ്ടാണ് നന്മ? നമ്മുടെ കുടുംബം നേരെ കയറി പോരണം, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കാലത്തേക്ക് ദൈവം നമ്മളെ ജീവിതം നമ്മളെ ഒന്ന് ശരിയാക്കാൻ കയറി പോരാൻ പല കാര്യങ്ങളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ എനിക്ക് മമ്മി തുണി അലക്കി തരുന്നില്ല, അമ്മ നമുക്ക് വേണ്ട ചോറ് വിളമ്പി തരുന്നില്ല, എന്നെ കുളിപ്പിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ അമ്മയല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ആർക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജെറമ്യ 23:21 എനിക്ക് ആ വചനം വായിച്ച് ഭയങ്കര സന്തോഷമായി. അത് നിങ്ങൾ വചനം കാണാതെ പഠിക്കണം സഹോദരങ്ങളെ. അപ്പോൾ അതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ജെറമ്യ 21:23. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇൻസിനു ജേസു എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകത്തിൽ അതിൻ്റെ 199-200 ആ ഒരു പേജുകളിലാണ് ഈ പറയുന്ന ആശയങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, അത് വൈദികരെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നതാണെങ്കിലും നമുക്കത് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എനിക്ക് നിന്നിൽ നിന്ന് വേണ്ടത് ഇതാണ്, എൻ്റെ സന്നദ്ധിയിൽ പാഴാക്കി ചെലവഴിക്കുന്ന സമയം, എൻ്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് നൽകിയ സമയം. എല്ലാ വൈദികരും
അവരുടെ പ്രാർത്ഥനകൾ തിരികെ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു മനോഭാവം വീണ്ടെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെൻ്റെ പക്കലേക്ക് വരണമെന്നും എനിക്ക് വേണ്ടി മാത്രവും എന്നെ പ്രതിയും എന്നോടൊപ്പം ഇരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ എല്ലാ സ്നേഹത്തിനും യോഗ്യനായ ഏക വ്യക്തി ഞാനാണ്. ഹല്ലേലൂയ. നമുക്ക് ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ വാക്ക് നിങ്ങൾ നോക്കിയേ. ഞാൻ ആകെ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മളിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, എൻ്റെ സന്നദ്ധിയിൽ പാഴാക്കി ചെലവഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ, ഒരു നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ ആ നിത്യാരാധന ചാപ്പലിൽ ഇപ്പോൾ കുറേ നേരെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ചുമ്മാ സമയം വേസ്റ്റ്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നതെങ്കിലും ക്രിയേറ്റീവായിട്ട് നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും നന്മയുണ്ടാകുന്ന എന്തെങ്കിലും ചെയ്ത് വെറുതെ എന്തിനാ സമയം പാഴാക്കി കളയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം എന്ന് പറഞ്ഞ സമയം പാഴാക്കലല്ല. അതുകൊണ്ട് ദൈവം കൃത്യമായ വാക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ സന്നദ്ധിയിൽ പാഴാക്കി ചെലവഴിക്കുന്ന സമയം. നമ്മളിരിക്കുമ്പോൾ കുറേ സമയത്ത് പ്രാർത്ഥിച്ചു, ആ സമയത്ത് വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യാമായിരുന്നല്ലോ. ദൈവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കിയ സമയം, പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ കുറേ സമയം ഈശോയുടെ സ്ഥലത്ത് പോയി ഇരിക്കുക. ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, വെറുതെ ഇരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അതാണ് അതിൻ്റെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം പാഴാക്കലല്ല ഇത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ അട്ടപ്പാടിയിൽ വന്ന ആദ്യ വെള്ളി കൺവെൻഷൻ അല്ലെങ്കിൽ ഓരോ വെള്ളിയാഴ്ചകളുടെ ശുശ്രൂഷകൾക്കൊക്കെ വണ്ടേക്ക് വരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിച്ചുള്ളത് ചിലപ്പോൾ കുറവിലങ്ങാട് ആൾക്കാർ വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പോകുന്നു. അങ്ങനെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ പോകുന്നു ഒരു കാര്യം നിസാരാന്ന് വിചാരിക്കരുത്. അന്ന് സമയം പാഴാക്കലല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കണം, ഒരു കുട്ടി അട്ടപ്പാടി ആദ്യം എന്തൊരു വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്ന ആ കുട്ടി പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പേര് ടിയാര. എറണാകുളം വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അവസാനമായിട്ട് അട്ടപ്പാടിയിൽ ഞാൻ പോയത് 2017 അന്ന് അവിടെ വെച്ച് നടന്ന ആരാധനയിൽ 3 കാര്യങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൽ 3 അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നെ അനുഗ്രഹിച്ചു. ഒന്നാമത്തേത്, എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും വയറുവേദനയായിരുന്നു. കൂടെ വയറുവേദന വരും. വയറുവേദന വരുമ്പോൾ അമ്മയുടെ ഫേസൊക്കെ വല്ലാണ്ട് മാറും. അമ്മ ഇങ്ങനെ വേദന കൊണ്ട് വയറ്റ് തടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. കാരണം വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചികിത്സിക്കായിരുന്നു. അപ്പോൾ കാരണം എന്താണെന്ന് അമ്മയെടുത്ത് വയ്ക്കുമ്പോൾ അമ്മ പറയും ഗ്യാസിൻ്റെയാണ്, അമ്മ ക്ലീനിങ്ങിൻ്റെ ജോലിക്ക് പോകണം, അപ്പോൾ ക്ലീനിങ് ചെയ്തിട്ട് നീര് വരുന്നതായിരിക്കും എന്നൊക്കെ അമ്മ പറയുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് ഈശോയോട് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്ന് മനസ്സിലായി. അതിനെതിരെ ഞങ്ങൾ ചികിത്സിച്ചു. ഇപ്പം അമ്മയുടെ അസുഖം ഭേദമായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ, എൻ്റെ പേപ്പന് ഞാൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി പേപ്പനെ കുടിച്ചിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം പോലും എൻ്റെ പേപ്പൻ കുടിക്കാണ്ടിരുന്നിട്ടില്ല. ഏത് ഫാമിലി ഫംഗ്ഷൻ വന്നാലും അവിടെ തമ്മിത്തല്ല് വരെയാകും. പേപ്പൻ കുടിച്ച് ഒച്ച വെച്ച് ഇങ്ങനെ ചീത്തയൊക്കെ പറയുന്നത് കാരണം തമ്മിത്തല്ല് വരെയാകും. അപ്പോൾ പേപ്പൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് എൻ്റെ അനിയൻ, പേപ്പൻ്റെ മോൻ, ചെറുതാണവൻ, അവനിങ്ങനെ മാറി വിഷമിച്ചിരിക്കണുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അവൻ്റെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, എൻ്റെ പേപ്പൻ്റെ കുടി മാറണേന്ന്. ഇപ്പം 2 വർഷമായി എൻ്റെ പേപ്പൻ ഒരു തവണ പോലും കുടിച്ചിട്ടില്ല. 2 വർഷമായി കർത്താവ് രക്ഷിച്ചു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2016 ഞാൻ ബിടെക്കിന് ചേരുന്നത്. ആന്ധ്രയിലാണ് ഞാൻ പഠിച്ചത്. ബിടെക്കിന് 2016 ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ്മിലെ പരീക്ഷയ്ക്ക് ഒരു മാത്തമാറ്റിക്സ് 1 എന്ന് പറഞ്ഞൊരു വിഷയത്തിന് ഞാൻ തോറ്റു. ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ്മിലെ പരീക്ഷയാണ് ഞാൻ തോറ്റു. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ തന്നെ തോറ്റുപോയി ഒരു വിഷയത്തിന്. അത് ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല, ഒരുപാട് പഠിച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് പഠിച്ചെഴുതിയ എക്സാമാണ്. പക്ഷെ ഞാൻ പാസ്സായില്ല. ഞാൻ 2016 തുടങ്ങി 2023 വരെ 2 തവണ ആ പരീക്ഷ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ആ പരീക്ഷ പോയി എഴുതുമായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ എഴുതിയോ അന്നേരമൊക്കെ 4, 5, 6 ഇങ്ങനെയൊക്കെ എനിക്ക് മാർക്ക് കിട്ടുന്നത്. മാർക്കില്ല, തോറ്റുപോവുക. ഞാൻ പഠിക്കാഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു, പഠിച്ചില്ലല്ലോ അതുകൊണ്ട് ഈശോ തന്നില്ലെന്ന് പറയായിരുന്നു. പക്ഷേ ഒരുപാട് ഞാൻ പഠിച്ചെഴുതിയ എക്സാമാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പാസ്സായിപ്പോയി, അവർക്ക് ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അവർ ജോലിക്ക് കയറി.
എനിക്ക് ഈശോ ജോലി തന്നു. പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥയാണ്. സർട്ടിഫിക്കറ്റ് ഇല്ല എൻ്റെ കയ്യിൽ. അങ്ങനെ ആകെ 15 തവണ ഞങ്ങൾക്ക് ഈ എക്സാം എഴുതാം. 15 തവണ എക്സാം എഴുതിയിട്ടും പാസ്സായില്ലെങ്കിൽ ഞാൻ ഈ 4 വർഷം പഠിച്ച ബിടെക്ക് വെറുതെ, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഞാൻ 14 തവണ എഴുതിയിട്ടും തോറ്റു. 14 തവണ എഴുതിയിട്ടും തോറ്റുപോയി. 15 തവണ ആകെ എഴുതാൻ അനുവാദമുള്ളൂ. 14 തവണയും തോറ്റുപോയി. ദൈവമേ, 15ാമത്തെ തവണ ഞാൻ ഒന്നും പഠിച്ചില്ല, എനിക്കൊന്നും പഠിക്കാൻ പറ്റണില്ല. ഞാൻ പോയി എക്സാം എഴുതി. എന്താ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ആകെ ഓർമ്മയുള്ളത് എൻ്റെ കയ്യിൽ ഈ കൊന്ത എപ്പോഴും ഉണ്ടാവും. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 4 5 കിട്ടണ സ്ഥലത്ത് എനിക്ക് 54 മാർക്കോടെ ഞാൻ 4-5 മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലം 54 മാർക്കോടെ 15ാമത്തെ തവണ ലാസ്റ്റ്. ദൈവമേ, ഇനി എനിക്ക് എഴുതാനൊരു ചാൻസ് ഇല്ല. ഇനി എഴുതി കഴിഞ്ഞാൽ കാര്യമില്ല, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഞാൻ അങ്ങനെ എക്സാം പാസ്സായി. കഴിഞ്ഞ മാസം എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഡിസ്റ്റിങ്ഷനോടെ ബിടെക് ഞാൻ പാസ്സായി. മുൻപന്തിയിലെത്തിച്ചു ഡിസ്റ്റിങ്ഷൻ. കർത്താവേ, ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് നിങ്ങൾക്ക് വരുമ്പോഴേ വിഷമം മനസ്സിലാവുള്ളൂ. അത്രയും നിർണായകമായ സമയത്ത് ഈ മകൾ കർത്താവിനെ ആശ്രയിച്ചു. അതാണ് 147-ാം സങ്കീർത്തനത്തിൽ 10ഉം 11ഉം തിരുലിഖിതങ്ങൾ. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. അതിന്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കുട്ടി പറഞ്ഞ കാര്യം ഓർത്ത് നോക്കിയേ. ഈ 14 പ്രാവശ്യം ഈ കൊച്ചു പരീക്ഷ എഴുതി പരാജയപ്പെടുമ്പോൾ ദൈവം സമീപസ്ഥനായിരുന്നോ വിദൂരസ്ഥനായിരുന്നോ? പല യുവജനങ്ങളും, പല ചെറുപ്പക്കാരും, പല ആൾക്കാരും ഇത് കേൾക്കണം. സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രം വിദൂരസ്ഥനായിരിക്കുമ്പോഴാണോ ദൈവം? ദൈവം തന്നെയല്ലേ? ആ കുട്ടി നോക്ക്, ദൈവം അത് അനുഗ്രഹം തന്നോ ഇല്ല എന്നുള്ളതിന് വിഷയമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തെ ആശ്രയിക്കുക. ഈ 10-12 പ്രാവശ്യം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ വന്ന് നിയോഗം വെച്ച് ദൈവത്തെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം, പ്രതീക്ഷ, ദൈവം തരും, ദൈവം ഇടപെടും എന്നുള്ള വിശ്വാസം, പ്രതീക്ഷ ഉറപ്പായിട്ടും വേണം. അതേ സമയം തന്നെ എൻ്റെ ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ വേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ഉള്ളിൽ അതുപോലെ പ്രതീക്ഷയുണ്ട്. പക്ഷേ ദൈവം വിദൂരസ്ഥനായിരിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റിപ്പോകുന്ന ഒരു അരുവി പോലെയാകുന്നത്? ചില സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴുകുന്നു, ചില സമയത്ത് വെള്ളം വറ്റിപ്പോയ പോലെ. അവിടെയും പിടിച്ചു നിൽക്കുന്നതാണ് വിശ്വാസിയുടെ കൃപ, വിശ്വാസിയുടെ കരുത്തെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരൻ, രണ്ടാമത് നമ്മൾ ഈശോയോട് കൂടെ, ഈശോയ്ക്ക് വേണ്ടി ഈശോയോട് കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കുറെ പ്ലാനിങ്ങും കുറെ ആസൂത്രണവും ഒന്നുമല്ല, ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കണം. അതാണ് കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവം നമുക്ക് ഇതൊക്കെ തരുന്നു, അതൊക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് സന്തോഷമാണ്, ഓക്കെ. പക്ഷെ അതൊന്നല്ല, അതിൻ്റെ അപ്പുറത്ത് ഈശോയുടെ കൂടെ ആയിരിക്കാൻ വലിയ സന്തോഷം. സക്കറിയ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 21-ാം തിരുവചനം, ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 8 വേഴ്സ് 21. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും, നമുക്ക് വേഗം ചെന്ന് കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം, നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം തേടാം, ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, നമ്മൾ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ, അല്ലെ ആരാധനയ്ക്ക് പോകുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, കുമ്പസാരിക്കാൻ വേണ്ടി പോകുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ അയൽവാസികളെ, പരിചയമുള്ളവര്, അല്ലെങ്കിൽ കോളേജിലെ ഫ്രണ്ട്സ്, കൂട്ടുകാരികൾ അങ്ങനെയൊക്കെ വിളിക്കണം. ഞാൻ എന്തായാലും കർത്താവിന്റെ സാന്നിധ്യം തേടാൻ പോവാം, ഈശോയുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി പോവുക. വെറുതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറേ അവിടെ ഇവിടെ ചലബല ഗ്യാതരങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടന്ന് അവസാനം ഒരു ശൂന്യതയല്ലേ ഹൃദയത്തിൽ. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോവാ, ഞാൻ അവിടുത്തെ സാന്നിധ്യം തേടാൻ പോവുക. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ദൈവം അപ്പസ്തോലന്മാരെ തൻ്റെ അടുത്തേക്ക് വിളിക്കുമ്പോൾ അത് 12 അപ്പസ്തോലന്മാരെ മാത്രം ഉദ്ദേശിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമല്ല. ഓരോ വിശ്വാസിയും വിശ്വാസത്തിലെ കർത്താവ് വിളിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ സ്വസ്ഥമായി കുറച്ച് സമയം ഇരിക്കണം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു.
അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. എന്തിനാ? തന്നോടുകൂടി ആയിരിക്കാൻ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഏതൊരു വിശ്വാസിയുടെയും വളരെ പ്രധാനപ്പെട്ട ദൈവം ഈശോയോട് കൂടെ കുറേ സമയം ചെലവഴിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് നിറയുക. അവരുടെ സന്തോഷം കൊണ്ട് നിറഞ്ഞില്ലേലും വിഷയമില്ല. സങ്കീർത്തന പുസ്തകത്തിൽ 21 സങ്കീർത്തനത്തിന് 6-ാം തിരുവചനം, അത് രാജാവിനെ ദൈവം നൽകുന്ന ചില സംഗതികളെക്കുറിച്ച് പറയുകയാണ്. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അപ്പൊ അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്ന ഒരു ആനന്ദം. ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ 1-ാം പുസ്തകത്തിൽ 16-11, കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. ഇൻസിനുജിയസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ശിഷ്യന്മാരെ കണ്ടിരുന്നത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനോ പരിപാടികൾ സംഘടിപ്പിക്കുവാനോ തന്ത്രം മെനയുവാനോ കർമ്മ പദ്ധതികൾ രൂപീകരിക്കാനായിരുന്നു എന്ന് നീ കരുതുന്നുണ്ടോ? തങ്ങൾ നേട്ടങ്ങൾ എന്ന് കരുതുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ലോകത്തിൻ്റെ വഴികളാണ് ഇതൊക്കെ. ഞാൻ എൻ്റെ ശിഷ്യരോടൊപ്പം നടന്നപ്പോൾ, അവർക്കൊപ്പം വിശ്രമിച്ചപ്പോൾ ഒന്നിച്ചായിരിക്കുന്നതിലായിരുന്നു ഞങ്ങളുടെ സന്തോഷം. അവർ എനിക്ക് വേണ്ടി മാത്രം എന്നോടൊപ്പം വസിച്ചു. ഞാൻ അവർക്കൊപ്പം ആയിരുന്നതാകട്ടെ അവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രവും. അങ്ങനെ അവർ പുറപ്പെടുവിക്കുന്ന ഫലം സമൃദ്ധവും ശക്തവുമായിരിക്കും. അതാണ് നിലനിൽക്കുന്ന ഫലം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം അവ കുറേ വലിയ കാര്യങ്ങളുടെ പ്ലാനിങ്, ആലോചന, എന്തൊക്കെ പരിപാടി, അതൊന്നുമല്ല. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന വലിയൊരു സന്തോഷമാണ്. ഈശോയ്ക്കും അത് വരുത്ത സന്തോഷം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാ പറഞ്ഞത്. മുമ്പേ ഞാൻ പറഞ്ഞൊരു സന്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇങ്ങനെ കുറേ സമയം പള്ളിയിൽ പോയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ആൾക്കാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്യ്. അല്ല സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നതിൽ ഒരു സന്തോഷം. ഈശോയുടെ കൂടെ, ഈശോ നമുക്ക് വേണ്ടി പിതാവിൻ്റെ മക്കൾ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. ഈശോയുടെ കൂടെ ഇരിക്കുന്നതിലൊരു ആനന്ദം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. ജെറമ്യ 23:23 മറക്കാതെ പഠിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവചനം 57-ാമത്തെ അധ്യായം 15-ാം തിരുവചനം. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളെ നവീകരിക്കണമേ. കർത്താവേ, ഇതുവരെയുള്ള ജീവിതത്തിൽ കർത്താവേ, പലപ്പോഴും അങ്ങ് വിദൂരസ്ഥനായിരിക്കുമ്പോഴും സമീപസ്ഥനായിരുന്നു എന്ന് മനസ്സിലാക്കാതെ പോയ നാളുകളുണ്ട്. ദൈവമേ, ഞങ്ങളെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണേ, നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ അങ്ങനെ തന്നെയാണ് അങ്ങ് വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടും കർത്താവെ, ചില കാര്യങ്ങൾ നടക്കാതെ പോയപ്പോൾ മനസ്സിടിഞ്ഞ് വിശ്വാസത്തിൽ കുറവ് വന്നു പോയ നാളുകളുണ്ട്. കർത്താവെ, ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങയുടെ കൂടെ ഇരിക്കാൻ, അതേസമയം പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഒന്ന് തന്നതുകൊണ്ടല്ല, അല്ലാതെ തന്നെ അങ്ങേ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 1 യോഹന്നാൻ 4:10 വചനം പഠിപ്പിക്കുന്നു,
നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നത്. മറിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തു എന്നതിലാണ് ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി ഉയർത്തവൻ, നമ്മുടെ ദൈവം, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, ആ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തരും മേലും ചൊരിയണമേ കർത്താവേ, ഓരോരുത്തരും മേലും ചൊരിയണ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ